ഹലോ, അപ്പോൾ ഇതേ നമ്മുടെ സിസ്റ്റർ അന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു സെറ്റ് വാങ്ങിച്ചു തന്നു, കുക്കിംഗ് സെറ്റ്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് ദേ ഇന്ന് നമ്മൾ കുഴിമന്തി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ദേ ഓയിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദേ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ ചേർക്കേണ്ട സാധനങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ഓയിലൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് സവാള ഇട്ട് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഇട്ട് കൊടുത്തിട്ട് പിന്നെ മാഗി ക്യൂബും മസാലകളും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ മാഗി ക്യൂബ് ഒന്ന് പൊടിച്ച് വെക്കുന്നുണ്ട്, അതും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ക്യാപ്സിക്കം ഇല്ല കേട്ടോ, ക്യാപ്സിക്കം ഇല്ല, സാധാ പച്ചമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു തക്കാളിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അതിൽ. അപ്പോൾ ഇതേ നമ്മൾ ഇതിലേക്ക് തക്കാളി അരിഞ്ഞതും പിന്നെ മാഗി ക്യൂബ് പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട്. ക്യാപ്സിക്കം ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നല്ല തല്ലും ബഹളമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇവരുള്ള കാരണം തന്നെ നല്ല ഡിസ്റ്റർബൻസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ഞാനൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. വഴറ്റിയിട്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് വഴണ്ട് വന്ന സമയത്ത് നമ്മുടെ ചിക്കൻ എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കനും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഫുള്ള് ചിക്കനും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇത് സെപ്പറേറ്റ് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല, കാരണം നമ്മുടെ മാഗി ക്യൂബിൽ ഉപ്പുണ്ടല്ലോ, അത് കാരണം സെപ്പറേറ്റ് ഉപ്പൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇത് എന്തൊക്കെയാണ് ഇടാൻ വിട്ടുപോയെന്നൊന്നും എനിക്കൊരു ഓർമ്മയില്ല. എന്തായാലും ഇവരുള്ളപ്പോൾ നമ്മുടെ ഇതുപോലത്തെ തട്ടിക്കൂട്ട് കുഴിമന്തിയൊക്കെ നടക്കുള്ളൂ. ഇവർ ഈ കിച്ചണിൽ ഇല്ലാണ്ട് വല്ല കളിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് സമാധാനമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇവരുള്ളപ്പോൾ ചെയ്യുന്ന തട്ടിക്കൂട്ട് കുഴിമന്തിയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വേവാൻ വേണ്ടി നമുക്ക് വെക്കാം കേട്ടോ. ചിക്കൻ വെന്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ ചെറിയ പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് കുറച്ചുകൂടി വലിയൊരു ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ഇതിലേക്കാണ് ഇനി നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഒന്ന് മിക്സ് ചെയ്യാനൊക്കെ കുറച്ച് വലിപ്പമുള്ളത് വേണമല്ലോ, അതുകൊണ്ടാണ് ഇതെടുത്തത്. അപ്പോൾ ഇനി ഞാൻ റൈസ് നമ്മൾ അടുപ്പത്ത് വേവിക്കാനിട്ടിട്ടുണ്ട്. അപ്പോൾ അത് വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ഉപ്പും പിന്നെ എല്ലാ മസാലകളും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് റൈസ് വേവിച്ചെടുക്കുകയാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ പകുതി വേവായിട്ടുണ്ട് റൈസ്. പകുതി വേവിൽ തന്നെ അതൊന്ന് ഊറ്റിയെടുത്തിട്ട് നമ്മൾ ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളത് കുറച്ചൊരു 10 മിനിറ്റ് ചെറിയ തീയിൽ ഒന്ന് ദം ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാം ചോറ് ഇതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുത്തിട്ട് എല്ലാ റൈസും ഇതിലേക്ക് കൊട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കനലെടുക്കുന്നുണ്ട്. അപ്പോൾ കുഴിമന്തിയുടെ ഒരു ഇതൊക്കെ വരണമെങ്കിൽ കുറച്ച് ഫ്ലേവറൊക്കെ കിട്ടണമെങ്കിൽ കുറച്ച് കനലൊക്കെ ഇട്ട് പുകച്ച് സെറ്റാക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ കനലെടുത്തിട്ട് നമ്മളൊരു ചെറിയ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ റൈസും ചിക്കനും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ മസാല എല്ലായിടത്തേക്കും ഒന്ന് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളിതിങ്ങനെ മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ വെച്ചു. അതിന് ശേഷം നമ്മുടെ കുഴിമന്തി ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് സെർവ് ചെയ്യണം കേട്ടോ. പിന്നെ മയോണൈസും പിന്നെ നമ്മൾ സാധാരണ കൂട്ടാറുള്ള മറ്റേ ഒരു റെഡ് കളർ ടൊമാറ്റോ ചട്നി ഉണ്ടല്ലോ, അതും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു.